ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ രാഹുൽ ഷ്യൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബസൂക്ക. ഈ ബസൂക്ക റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു പടത്തിന്. പിന്നെ അതിൻ്റെ ഹൈപ്പ് പയ്യെ കുറഞ്ഞ് ഹൈപ്പേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹൈപ്പ്, ഈ പടം ഞാൻ ആദ്യം കാണുന്ന ഒട്ടും വിചാരിച്ചല്ല. ഫസ്റ്റ് ഈ പടം കാണണമെന്നേ വിചാരിച്ചല്ല. പക്ഷേ ഇന്നലത്തെ ഒരു പ്രീ ടീസർ വന്നു, അടിപൊളിയായിരുന്നു ആ ടീസർ ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തു. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പടത്തിന് കയറി. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം നമ്മൾ ഒട്ടും അങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകണില്ല. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഒരു കട്ട മമ്മൂക്ക ഫാനാണെങ്കിൽ നമുക്ക് പടം കണ്ടിരിക്കാം. അല്ലാതെ ഈ പടത്തിൽ വേറെ ഒന്നുമില്ല. പുള്ളി പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്വാഗും അതുപോലെ തന്നെ ആ അവസാനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ പടം എന്നിലെ പ്രേക്ഷകന് നിരാശയാണ് സംഭവിച്ചത്. കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്ന പടത്തിൽ. ഇന്നലത്തെ ടീച്ചറും കാര്യമെല്ലാം കണ്ടപ്പോൾ നല്ല രസമായിട്ടാണ് പോകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ തുടക്കമൊക്കെ വലിയ കുഴപ്പമില്ല. ഇത് വന്ന് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ടൈറ്റിൽ കാർഡൊക്കെ നല്ല രസമായിട്ടാണ് എടുത്തേക്കണത്. ഓൾറെഡി പല ആൾക്കാർക്കും ആ ടൈറ്റിൽ കാർഡ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ടൈറ്റിൽ കാർഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻട്രോ ആണെങ്കിലും സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിപ്പോയ പടം പിന്നെ കുറേ ആവശ്യമില്ലാത്ത കുറേ ആർക്കും ഒന്നും മനസ്സിലാവാത്ത കുറേ വാക്കുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് പടത്തിൽ പോകുന്നത്. ഇൻ്റർവെൽ വരെ ഇങ്ങനെ പോവും, ഒന്നും മനസ്സിലായില്ല. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാലും വീണ്ടും അങ്ങനെ തന്നെ. അവസാനത്തെ 20 മിനിറ്റ് പടം വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും അത് എഫക്റ്റായിട്ടില്ല. മമ്മൂക്കയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ പിന്നെ എന്താ ഈ പടത്തിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം തുടങ്ങുമ്പോൾ തൊട്ടൊരു BGM അങ്ങ് ഇട്ട് BGM ആണ്. പിന്നെ വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഫുൾ ടൈം BGM ആണ്. തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ BGM ഇട്ടങ്ങ് പൊരിപ്പിച്ച് വെച്ചേക്കുക. പടത്തിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. സ്വാഗും BGM ആണ് മെയിൻ പടത്തിൽ. അവിടെയാണ് ഈ BGM ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അരോചകമായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തൊട്ട് അവസാനം വരെ BGM മാത്രമേ ഉള്ളൂ പടത്തിൽ. BGMഉം ഇതുപോലത്തെ കുറച്ച് സ്വാഗ് നടത്തും, അതുപോലെ സംഭവങ്ങൾ മാത്രം. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂക്ക, ഓഫ് കോഴ്സ് മമ്മൂക്കയാണ് ആ പടം. ആ അവസാനത്തെ 20-25 മിനിറ്റാണ് ഈ പടത്തിൽ എന്തെങ്കിലും ഉള്ളൂ. അതും കട്ട മമ്മൂക്ക ഫാനാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഇത് കണ്ട് രസിച്ചിരിക്കാം. ഇത് ടോട്ടലി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇത് നല്ല പടമായിട്ട് തോന്നും, ചിലവർക്ക് അടിപൊളിയായിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ കാണുക, എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസും അപ്ഡേറ്റഡ് വീഡിയോസും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും. അതും കാണുക, സപ്പോർട്ട് ചെയ്യുക.